ഇവിടെ ഒന്ന് പൊക്കിയേ ഒന്നുകൂടെ ഹൈറ്റ് കൂട്ടി ജസ്റ്റ് ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്തേ. എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ആളുകൾക്ക് മുമ്പ് വാങ്ങിച്ചിട്ടില്ല, കുറച്ച് നാളുകളൊന്നും ആയിട്ടില്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു 5000 രൂപയോളം കൊടുത്ത് വാങ്ങിച്ച ചെറിയൊരു കാറാണ് ഇത് എന്ന് പറയുന്നത്. ശരിക്കും ഒരു റോബോട്ടിക് കാർ എന്ന് തന്നെ വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. ഡാൻസ് കളിക്കണം മുതൽ ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു സംഭവത്തിലുണ്ട്. അപ്പോൾ ഈ ഒരു കാറിൻ്റെ വിശേഷങ്ങളും പിന്നെ ബ്രാൻഡ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ടുള്ള ടീം നമുക്കൊരു ബോക്സ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബോക്സിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും വലിച്ചിട്ടല്ല നേരെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് അടിയില്ലേ, ഇന്ന് വേണം പ്രൊമോഷൻ വേണം. കാറിന്റെ അടവ്, ബൈക്കിന്റെ ലോണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മുമ്പ് സ്റ്റോക്ക് മാർക്കറ്റായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയൊരു സംഭവം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. നിങ്ങളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് വലിയ തരത്തിലുള്ള ഒരു ധാരണ ഇല്ലെങ്കിൽ അപ് സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീം സ്റ്റോക്ക് മാർക്കറ്റിന് വേണ്ടിയിട്ടുള്ള 1000 രൂപ വില മതിക്കുന്ന ഒരു കോഴ്സ് തരുന്നുണ്ട്. ഈ ഒരു കോഴ്സിലൂടെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ട് കൂടുതലും മനസ്സിലാക്കാനും പിന്നീട് നിങ്ങൾക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും കഴിയും. ഇതിന് വേണ്ടിയിട്ട് അപ് സ്റ്റോക്സിൽ നിങ്ങളൊരു ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. 100 രൂപ മുതൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. അത്തരത്തിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാം. പിന്നെ 30 ദിവസത്തെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബ്രോക്കറേജും കാര്യങ്ങളൊന്നും ഇതിലുണ്ടായിരിക്കില്ല. 28 വരെ ഇതിൽ നിക്ഷേപകനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ ഡൗട്ടുകളും കാര്യങ്ങളൊന്നും ഇതിനെ കുറിച്ചിട്ട് വേണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പൈസ ഏൺ ചെയ്യാനും പറ്റും. ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ കയറാൻ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാക്കുക. 299 രൂപയാണ് അതിന് ചാർജ്. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത് കൊടുക്കേണ്ടതായിട്ടില്ല. നിങ്ങൾ അക്കൗണ്ട് തുടങ്ങിയതിന് ശേഷം മാത്രം ഇത് അടച്ചാൽ മതി. ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമ്മുടെ അപ് സ്റ്റോക്സിന്റെ കസ്റ്റമർ കെയർ നിങ്ങളെ സഹായിക്കും. ഇപ്പോൾ കയറുന്നവർക്ക് 4000 രൂപ വരെയുള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് കുറച്ച് ദിവസത്തേക്ക് മാത്രമാണുള്ളത്. അപ്പോൾ പരമാവധി പ്രയോജനപ്പെടുത്താം. അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഇനി നമുക്ക് നമ്മുടെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. നമ്മൾ എടുത്ത ടേബിൾ ഭയങ്കരമായിട്ട് ചെറുതായി പോയി. അപ്പോൾ അതുകൊണ്ട് മുട്ട് കുത്തി എന്നിട്ട് വേണം അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. 2 ബോക്സ് ഉണ്ട് കേട്ടോ. ഓൾറെഡി ഈ ഒരു ബോക്സ് എനിക്ക് ഇന്നലെ കൊറിയർ വന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് അയച്ചു തന്നേക്കുന്നത് ബ്രാൻഡ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടീമാണ്. അപ്പോൾ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്താൽ ആദ്യം നമുക്ക് അൺബോക്സ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഇതിനെ കുറിച്ചിട്ട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ബ്രാൻഡ് ഫാക്ടറിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ എൻ്റെ ലഡാക്ക് ട്രിപ്പിൽ എൻ്റെ റൂമും കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്ത ഒരു ടീമായിരുന്നു അവർ. ഏകദേശം ഒരു 2 വർഷത്തെ പരിചയം എനിക്കുണ്ട് കേട്ടോ അവരായിട്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഫസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്ട്സ്, അതായത് ഒറിജിനൽ ആണോ എന്ന് ചോദിക്കാന്ന് വെച്ചാൽ ഒറിജിനലിനെ വെള്ള തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ അന്വേഷിച്ചിറക്കുന്നവരുണ്ടാവും. ചീപ്പ് റേറ്റിന്. ഇപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവർ ഡീൽ ചെയ്യണത്. ഷൂ, അതേപോലെ തന്നെ ഇലക്ട്രോണിക് ഐറ്റംസ്, അത്തരത്തിലുള്ള കുറച്ച് സംഭവങ്ങൾ. നമ്മുടെ അഡിഡാസിൻ്റെ തന്നെ ഏകദേശം ഒരു 19,000 രൂപ വിലയുള്ള ആ ഒരു ഷൂവിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ഇതെന്ന് പറയുന്നത്. നമുക്കിത് എങ്ങനെ നോക്കിയാലും തിരിച്ചറിയാൻ പറ്റില്ല അല്ലേ. ഉള്ള സംഭവങ്ങൾ, കോഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ക ക്വാളിറ്റിയാണ് കേട്ടോ. വേറൊരു ചെറിയൊരു ബോക്സും കൂടെ ഇതിൽ വന്നിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇയർപോഡാണ് കേട്ടോ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയാൻ വെച്ചാൽ ഒറിജിനലിനെ വെല്ലൂട്ടോ. അമ്മാതിരി പ്രൊഡക്റ്റുകളാണ് അവർ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ ലെവൽ തന്നെയാണ്. പിന്നെ ഈ ഒരു ബോക്സിൽ അതിൻ്റെ ഒരു പൗച്ചാണ് വന്നിട്ടുള്ളത്. നമുക്കത് കൊണ്ടു നടക്കാൻ പാകത്തിനുള്ള പൗച്ച്. ബ്ലാക്ക് കളറിലുള്ള റെയ്ബൻ്റെ തന്നെ ഒരു ഫസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഒരു വാച്ചാണ്. ഇതിപ്പോൾ ഞാൻ കൈമ കെട്ടിയേക്കുന്ന തരത്തിലുള്ള ഒരു വാച്ചാണെന്നാണ് തോന്നുന്നത്. ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ ഒരു സ്ട്രാപ്പാണ്. വേറെയും ഒരു സ്ട്രാപ്പ് വന്നിട്ടുണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒട്ടിക്കുന്ന ടൈപ്പ് സ്ട്രാപ്പാണ്. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചാർജറാണ്. ഇതിൻ്റെ ചാർജർ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. വയർലെസ് ആണോ എന്ന് ചോദിക്കാൻ വെച്ചാൽ വയർലെസ് അല്ല. ഇതിവിടെ 2 പിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ മാഗ്നെറ്റ് പോലെയാണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഇറക്കി വെച്ചിട്ട് ആ ഒരു തരത്തിൽ USB-യിൽ കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യുന്ന തരത്തിലുള്ള ചാർജറാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഓണാകുമ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ തിരിക്കണതിനനുസരിച്ച് നമുക്ക് വാച്ചിൻ്റെ ഫേസും കാര്യങ്ങളൊക്കെ മാറ്റാം. പക്ക IPS ക്വാളിറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേക്ക്. ഒരുപാട് വാച്ച് ഫേസസ് നമുക്കിതിൽ കാണാം. പക്ഷേ നമുക്ക് അഡീഷണലായിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേണ്ട ഇതിലുള്ള ഓപ്ഷൻസാണ് ഈ കാണുന്നത്. സാധാ ഒരു 1000-2000 രൂപയുടെ സ്മാർട്ട് വാച്ചിന് ഉള്ളതിനായിട്ടും കൂടുതൽ ഓപ്ഷൻസ് നമുക്കിതിൽ കാണാം. ഒരുപാടുണ്ട് കേട്ടോ. നമുക്ക് ഈ എക്സസൈസൊക്കെ ചെയ്യുന്ന സമയത്ത് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടോ. പിന്നെ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാമറ, അതേപോലെ തന്നെ മ്യൂസിക് കൺട്രോളും കോള് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങളും ഇതിൽ നടക്കും. ഇനി ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻറ്റ് ഇടാൻ പോണ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ ഗിവ് അവേ കൊടുക്കാനുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട. ഈ ഒരു ബ്രാൻഡ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ടുള്ള പേജിൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവരെ കയറി ഫോളോ ചെയ്യുക. അവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവും, എൻ്റെ ഗിവ് അവേ എന്നും പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ്. അതിന് താഴെ പോയിട്ട് അരുൺ സ്മോക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂപ്പൺ കോഡൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കമൻറ്റ് അടിച്ചാൽ മതി. സെലക്ട് ചെയ്യണം 3 പേർക്ക് ONEPLUSൻ്റെ 3 സ്മാർട്ട് വാച്ച് അവർ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ. ഇനി നമുക്ക് നമ്മുടെ കാർ അൺബോക്സ് ചെയ്യാം. ഡ്രിഫ്റ്റ് കിങ് എന്നാണെന്ന് തോന്നുന്നു ഈ ഒരു കാറിൻ്റെ പേര് എന്ന് പറയുന്നത്. 8 വയസ്സിന് മേലെയുള്ളവരാണ് ശരിക്കും ഇത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത്ര സെറ്റപ്പ് ഉണ്ടെന്ന്. 8 വയസ്സിന് താഴെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കാറാണ് ഇത് എന്ന് പറയുന്നത്. തുറക്കാൻ പോകട്ടാ, കത്തി പോയി. ഇതിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ വേറെ ഒന്നും കാണാനൊന്നുമില്ല. നമ്മുടെ ഫിഷ് ടാങ്കിലൊക്കെ ഉള്ള പോലത്തെ ഒരു ഗ്രാഫിക്സോട് കൂടിയിട്ടുള്ള ചെറിയൊരു സെറ്റപ്പാണ്. ഇതിൻ്റെ അടിയിൽ വേറെ എന്തോ ഒരു സംഭവം കൂടി ഉണ്ട്.
ഇത് നമ്മുടെ USB കേബിളാണ് കേട്ടോ. അപ്പോൾ ഇത് റീചാർജബിൾ ആയിട്ടുള്ള ഒരു ബാറ്ററിയും കൂടിയാണ്. കാറിനെ പരിചയപ്പെടാനായിട്ട് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് റിമോട്ട് കാണിക്കാൻ. കാരണം എന്ന് വെച്ചാൽ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊന്നും റിമോട്ടിൽ വന്നിട്ടില്ല. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂസിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ബട്ടൺ, പിന്നെ റൊട്ടേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസാണ് ഈ കാണുന്നത്. അതൊക്കെ നമുക്ക് നോക്കാം, വർക്ക് ചെയ്യുന്ന സമയത്ത് നോക്കാം. വളരെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഉള്ള ചെറിയൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു റിമോട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിന് വലിയ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യണില്ല കേട്ടോ. ഒരു ലോക്കൽ റിമോട്ട് പോലെയാണ് ഇത് തോന്നുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ കാറിനെ കുറിച്ച് പറയാൻ വെച്ചാൽ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ചെറുത് എന്ന് പറയാൻ വെച്ചാൽ അത്രയും നമുക്കൊരു 1500-2000 രൂപ റേഞ്ചിൽ കിട്ടുന്ന കാറുകളായിട്ടും അത്യാവശ്യം നല്ലൊരു ഉയരും, അതേപോലെ തന്നെ നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസും ഈ ഒരു വണ്ടിയിൽ എനിക്ക് കാണാനായിട്ടുണ്ട്. പിന്നെ വീലുകളും കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മുടെ നെക്സോണിലുള്ള പോലത്തെ ആ ഒരു സെയിം അലോയ് വീല് പോലത്തെ സംഭവമാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മേളിൽ നമുക്ക് ഒരുപാട് വീലുകൾ വേറെ കാണാം. മൾട്ടി വീലുകൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ബോക്സിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഇതൊരു സംഭവം 4x4 ആണ്. അപ്പോൾ ആ ഒരു 4x4-ന് പുറമെ ഈ വീലുകളൊക്കെ ഫങ്ഷണലാണ്. അതായത് നമുക്ക് ഇങ്ങനെ പോകാനും അതേപോലെ തന്നെ ഈ സൈഡിലേക്ക് നേരെ വീലുകൾ തിരിയാണ്ട് ഈ ഒരു സൈഡിലേക്ക് പോകാനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു വീല് ശരിക്കും സഹായിക്കും. നമുക്കതൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് കാണാം. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലും അതേപോലെ തന്നെ ബാക്കിലായിട്ട് അത്യാവശ്യം നല്ല നീളം കൂടിയിട്ടുള്ള സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കാണാം. ഇത് വെറുതെ ഗട്ടറി ആടുമ്പോൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല. അതായത് റിമോട്ടിൽ കൺട്രോൾ ചെയ്യണതിനനുസരിച്ച് വണ്ടി ഇങ്ങനെ താഴും ചെയ്യും, അതേപോലെ തന്നെ പൊങ്ങും ചെയ്യും. വണ്ടിയുടെ വീലും കാര്യങ്ങളൊക്കെ കണ്ടാൽ അങ്ങനെ വീൽ ബേസും നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. അപ്പോൾ അത്യാവശ്യം ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള നല്ലൊരു സസ്പെൻഷൻ, നല്ല 2 സസ്പെൻഷനാണ് ഇതിൽ വന്നിട്ടുള്ളത്. ശരിക്കും ഈ 2 സംഭവങ്ങളും കൂടെ ആ ഒരു താഴണേന് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള 2 ഹെൽപ്പിന് വേണ്ടിയിട്ടുള്ള 2 കരങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ മേളിലത്തെ ബോഡിനെ കുറിച്ച് പറയാൻ വെച്ചാൽ ഒരു മാറ്റ് റെഡോട് കൂടിയിട്ടുള്ള മെറ്റൽ ബോഡിയാണ് വന്നിട്ടുള്ളത്. നമുക്ക് എല്ലാ സൈഡുകളിലായിട്ട് കാണാം. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർട്ട് പോലെയാണ് ഇതൊക്കെ തോന്നുന്നത്. പിന്നെ ഇവിടെ റോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ ഗ്രാഫിക്സുകളൊക്കെ നമുക്ക് കാണാം. ഇത് ഫുള്ളായിട്ടുള്ള ഫിനിഷിങ് ഒരു രക്ഷയില്ല കേട്ടോ. ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ്. പിന്നെ അടിഭാഗം എന്നൊക്കെ പറയുന്നത് ഫൈബറാണ്. അത്യാവശ്യം നല്ലൊരു വലുപ്പമുള്ള ഒരു ഭാഗമാണ് ഈ ഭാഗങ്ങളിലൊക്കെ കാണാനുള്ളത്. പിന്നെ ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു മോട്ടോറും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടായിരിക്കാം ഇത്ര വലുപ്പം. കാരണം എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആണ് മോട്ടോർ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു വീൽ ബേസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതും അതേപോലെ തന്നെ വീലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള ഒരു ഏകദേശം ഒരു 4 മേലെ മോട്ടേഴ്സ് ഇതിൽ ഉണ്ടാവാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അടിയിൽ നമുക്ക് LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നൈറ്റൊക്കെ ഓടുന്ന സമയത്ത് ഇത്തിരി കൂടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. നമുക്ക് ലൈറ്റുകളൊക്കെ ഇവിടെ കാണാം. ഇതാണ് ഇതിൻ്റെ ഓൺ ബട്ടൺ എന്ന് പറയുന്നത്. പിന്നെ അതിന് മുമ്പായിട്ട് നമുക്ക് മേളിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെയും കുറച്ച് ലൈറ്റുകൾ കാണാം. ഇതൊന്നും ഡമ്മിയല്ല, ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്ത് ഞാൻ കാണിച്ചു കേട്ടോ. ഇതിപ്പോൾ ഓൺ ചെയ്യുമ്പോൾ എക്സസ് നോട്ടാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഡിസൈനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി ജസ്റ്റ് ഓൺ ആക്കുന്ന സമയത്ത് നിങ്ങൾ നേരത്തെ കേട്ട പോലെ തന്നെ ഉണ്ടോ, ആളെ ചെറുതായിട്ടൊന്ന് കുലുങ്ങണൊക്കെ ഉണ്ട്, സൈഡിലേക്കൊക്കെ ചാടുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് അറിയില്ല. പിന്നെ ഇതിൻ്റെ റിമോട്ടിൽ ഇത് ഓഫ് ആക്കാനുള്ള ഒരു സെറ്റപ്പ് മാത്രം ഞാൻ കണ്ടില്ല. ആ ഒരു സ്വിച്ച് മാത്രം ഇതിലില്ല. നമ്മുടെ കാറ് ഇതേ അവിടെ കിടക്കുന്നുണ്ട്, വെറുതെ കിടന്ന് ഇങ്ങനെ വരച്ചോണ്ടിരിക്കുക. അപ്പോൾ ജസ്റ്റ് ഇനി നമുക്ക് റിമോട്ടിലത്തെ ആ ഒരു ഫംഗ്ഷൻസും കൂടെ നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഓപ്ഷൻസ് ആണുള്ളത്. ഇതിൽ ആദ്യത്തെ ഈ ഒരു സ്വിച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ സ്റ്റാർട്ടായിട്ടിരിക്കാന്ന് നമുക്ക് തോന്നാൻ വേണ്ടിയിട്ടുള്ളൊരു സൗണ്ട് അത് ഉണ്ടാക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നുണ്ട്, കുറച്ച് സൗണ്ടുകളൊക്കെ കേൾക്കാനായിട്ടുണ്ട്. ഇത് പാട്ടൊക്കെ ഉണ്ട്. പാട്ട് പാടുന്നതിനനുസരിച്ച് സംഭവം ഡാൻസ് കളിക്കണുണ്ടോ, ആളവിടെ ഡാൻസ് കളിച്ചോണ്ടിരിക്കട്ടാ. ഇത് റോ സെറ്റപ്പ്. നിങ്ങളൊരു കാറ് ഡാൻസ് കളിക്കണതാണ് കണ്ടോണ്ടിരിക്കണത്. ഈ പാട്ട് കഴിയണ ഒരാൾ കളിക്കുന്നുണ്ടല്ലേ. നല്ല സ്റ്റെപ്പുകൾ കണ്ടോ, ബാക്ക് ടയർ ഒരു വഴിക്ക്, ഫ്രണ്ട് ടയർ വേറെ വഴിക്ക്, സസ്പെൻഷൻ ഒരു വഴിക്ക്. പാട്ടിനനുസരിച്ച് ഇതേ ഡാൻസുകൾ മാറണം കേട്ടോ. അതായത് ഒരുപാട് പാട്ടുകൾ ഇതിൽ ഫിക്സഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഇതേണ്ട ഇതിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പുകളൊക്കെ വേറെ വേറെ സ്റ്റെപ്പുകളാണ് കേട്ടോ. ആൾ കറക്റ്റായിട്ട് മണ്ണിൽ പോയിട്ടാണ് ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വേറൊരു കേസ്. നമുക്കൊരു ഡാൻസും കൂടെ കാണാം നമ്മുടെ റോബോട്ടുകാരൻ്റെ. അല്ലടാ ആൾ ചെരിയുന്നുണ്ടോ സൈഡിലേക്ക്? അപ്പം ഒന്ന് നീ മുമ്പിലേക്ക് ഒന്ന് ഇരുന്നേ, സൈഡ് ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്തേ. ആൾ ചെരിഞ്ഞിട്ടൊക്കെ കളിക്കണത്. അടുത്ത പാട്ട് നമ്മൾ പ്ലേ ചെയ്യാൻ വേണ്ടി പോണേ. ഇതിൽ ഫുള്ളായിട്ട് ആൾ തിരിയണുണ്ട് കേട്ടാ.
ഇത് നമ്മുടെ കുട്ടികളുടെ കാറുകളിലൊക്കെ ഉണ്ടാവില്ലേ, നമ്മുടെ സൈക്കിളിലൊക്കെ ഉണ്ടാവുന്ന തരത്തിലുള്ള ഒരു പാട്ടിനനുസരിച്ചിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്ക് സൈഡൊക്കെ കുലുക്കിയിട്ടാണ് കേട്ടോ ഫുള്ള് ഡാൻസ്. പിന്നെ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ശരിക്കും സസ്പെൻഷൻ്റെ നേരത്തെ ഞാൻ ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാമെന്ന്, അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മളിത് പ്രസ് ചെയ്യുന്നതിനനുസരിച്ചാണ് വണ്ടിയുടെ വീൽ ബേസ് കൂടണം. ഇതെന്ന് വെച്ചാൽ വണ്ടിയുടെ ഹൈറ്റ് കൂടി ഒന്നുകൂടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീൽ ബേസ് കുറയും കൂടും, അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഫംഗ്ഷനാണ് ഇത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതൊക്കെയാണ് നമുക്ക് നോർമലായിട്ടുള്ള കാറുകളിലൊക്കെ കാണുന്ന ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ജോയ് സ്റ്റിക്കുകൾ എന്ന് പറയുന്നത്. ഇത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടോ വണ്ടി ശരിക്കും സൈഡിലേക്കാണ് മൂവ് ചെയ്യണത്. ഈ ഒരു സ്വിച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ചാണ്. അപ്പോൾ ഇതിങ്ങനെ ആക്കണ ആ സമയത്ത് ഈ ഒരു സൈഡിലേക്കും ഇപ്പുറത്തേക്ക് ആക്കുന്ന സമയത്ത് ഈ ഒരു സൈഡിലേക്കായിട്ട് വണ്ടി റൊട്ടേറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വീലുമ്പോൾ തന്നെ ചെറിയ അഡീഷണലായിട്ടുള്ള ചെറിയ വീലുകൾ കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് നേരെ പോകാനും ഇത് ബാക്കോട്ട് പോകാനുള്ള ഒരു സ്വിച്ച് തന്നെയാണ്. അപ്പോൾ റിമോട്ട് എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയുള്ളൂ. മോനെ വേറെ ലെവൽ ഐറ്റം തന്നെയാണ് കേട്ടോ. ശരിക്കും ഇതൊരു കാറിന് പുറമെ ചെറിയൊരു റോബോട്ടിനൊക്കെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോൾ ഏകദേശം ഏറെക്കുറെ നിങ്ങൾക്ക് ആ ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഐഡിയ കിട്ടിയെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ രാത്രിയിലത്തെ ഭംഗി, രാത്രി ഇത് ഓടിക്കുമ്പോൾ അതിൻ്റെ ഭംഗിയും ആ ഡാൻസ് കളിക്കുമ്പോഴുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോൻ്റെ അവസാനം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഈ വീഡിയോ തീരുന്നതോട് കൂടിയിട്ട് അത്തരത്തിലുള്ള കുറച്ച് ക്ലിപ്പുകളും നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിലവിൽ ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ പുതിയ ഈ ഒരു ട്രക്കിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ട്രക്കല്ലല്ലേ, ഈ ഒരു മോൺസ്റ്റർ കാറിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ഒരു ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. ശരി. പടിയിൽ വന്നിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ലൈറ്റുകൾ എന്ന് പറയുന്നത് ഇതാണ്. അതേപോലെ തന്നെ മുകളിലാണ് നമുക്ക് 2 നീലയും അതേപോലെ തന്നെ 2 റെഡ് ലൈറ്റുകളും വന്നിട്ടുണ്ട്. ഇത് ബാറ്ററി ലോ ആവുന്ന സമയത്ത് ഇങ്ങനെ ഡിം ചെയ്ത് നിൽക്കും. അതായത് ഓഫാവും കത്തും പ്രകാശം കുറയും ആ ഒരു അവസ്ഥയിലേക്ക് ശരിക്കും ഈ ഒരു സംഭവങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ലോ ആവണതിന് വേണ്ടിയിട്ടുള്ള ഒരു വാർണിംഗ് ലാമ്പും കൂടെയാണ് ഇത്. പിന്നെ ബാറ്ററി ലോ ആവുന്ന സമയത്ത് നമുക്ക് ബീപ്പ് സൗണ്ടും കൂടെ കേൾക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ ഈ ഒരു മ്യൂസിക്കൊക്കെ വെക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ സാധനം ഡാൻസ് അക്രമമായിട്ട് കളിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ലൈറ്റും ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ അടുത്തേക്ക് കാണിച്ചു തരാം. ലൈറ്റിങ്ങും കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാറ്ററി ലോയാണ് സംഭവം. ഞങ്ങൾ കുറേ നേരമായി ഇത് ഉപയോഗിക്കുന്നു.